വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മിസോറാം ഈ ഇന്ത്യൻ റെയിൽവേക്കകത്തൊരു പൊതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഒരു ഇച്ഛാശക്തിയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണിപ്പോൾ മിസോറാമിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കാശ്മീരിൽ കണ്ടതാണ് വളരെ ഉയരത്തിലുള്ള പില്ലറുകൾ, അതിന് മുകളിൽ കൂടെ പോകുന്ന പാതയൊക്കെ. ഏതാണ്ട് അതുപോലെ മിസോറാമിൽ 59 കിലോമീറ്ററോളം വരുന്ന 51.38 കിലോമീറ്റർ വരുന്ന പാതയാണ് അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവഴി അവർക്ക് ഡയറക്റ്റായിട്ട് ന്യൂഡൽഹിയിലേക്ക് ഐസ്വാളിൽ നിന്ന് പോകാനുള്ള സൗകര്യം വരെ ഉണ്ടായിരിക്കുന്നു. അവരുടെ തലസ്ഥാനം വരെ എത്തുന്ന റെയിൽപാത അവിടെ എത്തിയിരിക്കുന്നു. അവിടുന്ന് ഇനി ഗുവാഹട്ടിക്ക് പോകാം. ഗുവാഹട്ടി എക്സ്പ്രസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ രാജധാനി എക്സ്പ്രസ്, ന്യൂഡൽഹി മിസോറാമിലേക്കുള്ള രാജധാനി എക്സ്പ്രസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് ഡയറക്റ്റായിട്ടുള്ള എക്സ്പ്രസ് അവിടുന്ന് ആരംഭിക്കുകയാണ്. ജനങ്ങൾ ഏതാണ്ട് ഈ സാറ്റലൈറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഉപഗ്രഹം ഇറങ്ങി വരുന്ന പോലെയാണ് ഈ ട്രെയിനിനെ അവിടുത്തെ ജനങ്ങൾ കണ്ടത്. കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രം അങ്ങനെയല്ലേ? ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അവരിൽ പലരും ട്രെയിൻ കണ്ടിട്ടില്ല. കാരണം അവര് കൽക്കട്ടയിലോ ഗുവാഹട്ടിയിലോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ചെകുത്താനാണെന്ന് അവർ വിചാരിച്ചു. ഇത് എന്താണ് ഈ നീളത്തിൽ ഇങ്ങനെ അട്ട പോലൊരു സാധനം വരുന്നതെന്നാണ് അവർ പലരും അതിശയിച്ചത്. കാരണം അവർ കണ്ടിട്ടില്ല. പലരും കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. 250 അടിയോളം വരെ നീളം പൊക്കമുള്ള പില്ലറുകൾ, അത് ഭൂകമ്പം ഉണ്ടായാൽ പോലും നശിക്കാത്ത വിധത്തിലുള്ള പ്രത്യേക ഫീൽഡ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പില്ലറുകൾ നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ മലകൾ തുരന്ന് നിരവധി തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഒരു തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നതിനെയാണ് നമ്മളിവിടെ വലിയ വാഗ്വാദമായിട്ട് പറയുന്നത്. നമ്മുടെ വയനാട്. അപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് തുരങ്കങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് അവിടെ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. പില്ലറുകൾ അതുപോലെ ഏതാണ്ട് വലിയ വലിയ പർവ്വത നിരകൾക്ക് മുകളിൽ കൂടെ പോകുന്ന അസാധാരണമായ ഒരു കാഴ്ചയാണ് ആ യാത്ര എന്നാണ് പറയുന്നത്. വളരെ രസകരമായ. ഇതെനിക്ക് ആ സംസ്ഥാനത്തിൻ്റെ ഇനി ഒരു വികസന കുതിപ്പിന് സഹായകമാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചരക്ക് ഗതാഗതം, അതുപോലെ തന്നെ അവരുടെ വാണിജ്യപരമായും അവരുടെ വികസനപരമായ ആവശ്യങ്ങൾക്ക് അവർക്ക് എപ്പോഴും ഗുവാഹട്ടിയിലേക്കും കൽക്കട്ടയിലേക്കും ഒക്കെ വരേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു ബൂസ്റ്റ് ആയിരിക്കുകയാണ്. നമുക്കറിയാം, ചുരങ്ങളിൽ കൂടെയുള്ള യാത്ര, പ്രത്യേകിച്ച് ഈ മഞ്ഞും ഒക്കെ മൂടിക്കിടക്കുന്ന കാലങ്ങളിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോറിയും ട്രക്കും ഒക്കെ പോകുമ്പം പല മണ്ണിടിച്ചിൽ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് പുറമെ ഈ മലനിരകളിൽ കൊക്കയിലേക്കൊക്കെ വാഹനം മറിഞ്ഞു വീണതൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം മാറി അവിടെ ഗുഡ്സ് ട്രെയിനുകൾ എത്തുന്ന സാഹചര്യം. ഗുവാഹട്ടിയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ഗുഡ്സ് ട്രെയിനുകൾ എത്തുന്നു. അവർക്ക് ഇന്ത്യൻ നെറ്റ്വർക്കുമായിട്ടൊരു റെയിൽവേ നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ. ഇന്ന് മിസോറാമിലുള്ളവർക്ക് കന്യാകുമാരിയിൽ വരണമെങ്കിൽ പോലും അനായാസമായിട്ട് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. നമുക്ക് തിരിച്ച് അങ്ങോട്ടും അതുപോലെ നമുക്ക് മിസോറാമിൽ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം മിസോറാമിൽ നിന്ന് പോകേണ്ടതാണ് കേട്ടോ. കാരണം മിസോറാമിൻ്റെ ആ റെയിൽ യാത്ര വളരെ മനോഹരമാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഈ കേബിൾ കാറിലൊക്കെ പോകുന്നതിനേക്കാൾ ആകർഷകമായ കാഴ്ചകൾ. ഒരു മലയോര മേഖലയായിട്ടല്ലേ വരുന്നത്. നിറച്ച് മലകളുള്ള, അതുപോലെ തന്നെ അഗാധ ഗർത്തങ്ങൾ, വാലീസ് വരുന്നത്. അവിടെയൊക്കെയാണ് വലിയ പില്ലറുകൾ അടിച്ച് നിർത്തിയിരിക്കുന്നത്. ആ പില്ലറുകൾക്കൊക്കെ ഭൂകമ്പം ഉണ്ടായാൽ പോലും ചലിക്കാത്ത വിധത്തിലുള്ള സംവിധാനം, എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മിസോറാമും കേരളവുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇവിടുന്ന് പല ഗവർണർമാരും പോകുന്നത് അല്ലേ മിസോറാമിലേക്കാണ്. കുമ്മനം രാജശേഖരൻ, പിന്നീട് മിസോറാമിൽ ഒരുപാട് അധ്യാപകരുണ്ട്. ഇവിടുന്ന് നമ്മുടെ മലയാളികൾ ഒത്തിരി പേരുണ്ട് അവിടെ ഉണ്ട്. ഈ മിഷണറിമാരുണ്ട്, ക്രിസ്ത്യൻ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അധ്യാപകരും ഒക്കെ ഉണ്ട് അവിടെ. മലയാളികൾ ഒരുപാട് പേരുണ്ട് മിസോറാമില്. നമ്മുടെ ഒരു കാലത്ത് ഇവിടുന്ന് ഡിഗ്രി എടുത്തവർ മിസോറാമിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അവിടെ മറ്റ് പഠിപ്പിക്കാൻ വേണ്ട ടീച്ചേഴ്സിന് TTC ഒന്നും വേണ്ട, ഡിഗ്രി മാത്രം മതി അവിടെ ചെന്ന് പഠിപ്പിക്കാമായിരുന്നു. പണ്ട് ഭൂട്ടാനിൽ പോകുമായിരുന്നു. അതെ അതെ, ഭൂട്ടാനില് നേപ്പാളിലൊക്കെ പോകുമായിരുന്നു. നമ്മുടെ ആളില് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഇപ്പം മിസോറാമിന്റെ ഭൂമിശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. കേരളത്തിലും മലയോര മേഖലകളിലേക്ക് അനായാസമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ശബരി റെയിൽ എത്ര നാളുകൊണ്ട് നമ്മളിവിടെ കിടന്ന് മൂക്കിട്ട് ഷായ എഴുതുന്നു. അത് വെച്ച് നോക്കിയാൽ ഇത് അസാധ്യവും
നമ്മൾ പറയേണ്ടത് ഇത് അസംഭാവ്യവുമായതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ശബരി പറയുന്നത് 90കളിൽ പറയാൻ തുടങ്ങിയതാ. അതെ, എത്ര വർഷമായി നമ്മളിത് പറയുന്നു. ഇത് നരേന്ദ്രമോദി ഇത് മനസ്സിൽ കണ്ട് 3-4 വർഷത്തിനകം അത് 4-5 വർഷത്തിനകം അത് സാധ്യമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, റെയിൽവേയിൽ മൊത്തത്തില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയിട്ട്. റെയിൽവേ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതെന്താ അറിയാം, അദ്ദേഹം 2014 ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ സംവിധാനം. ആ റെയിൽ സംവിധാനങ്ങളൊക്കെ പലയിടത്തും ഇപ്പോൾ റെയിൽ സംവിധാനം ഉണ്ട്, പക്ഷേ ആ റെയിൽ സംവിധാനങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് പുതിയ റെയിൽ സംവിധാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള, അപ്പം നമുക്ക് ഇവിടെ തന്നെ വന്ദേ ഭാരത് വന്നപ്പോൾ നമുക്ക് യാത്ര എന്ത് അനായാസമായി അല്ലേ. നമുക്ക് 2 മണിക്കൂർ വിമാനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊച്ചിയിലെത്തുന്നു. ഇവിടുന്ന് കാസർഗോഡ് വരെ പോകണമെങ്കിലും അതുപോലെ തന്നെ 4 ചില്ലറ സമയം മതി, മണിക്കൂറുകൾ മതി എന്ന് വരുന്ന വിധത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലേ. ഇപ്പം നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ എത്ര നേരം എടുക്കും? നമ്മൾ കൊച്ചിയിലെത്താൻ തന്നെ നമുക്ക് 5-6 മണിക്കൂർ എടുത്താൽ എത്താറില്ല. ഇത് 2 മണിക്കൂറും ചില്ലറ സമയം എടുക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കൊച്ചി എന്ന് പറയുന്നത് നമ്മൾ 2 മണിക്കൂർ ഡിസ്റ്റൻസിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹൈക്കോടതിയിലേക്ക് ഒരു കാര്യത്തിന് പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു വാണിജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പോകണം, കൊച്ചിയിലുള്ളവർക്ക് തിരുവനന്തപുരവുമായി ബന്ധപ്പെടണം, എന്ത് അനായാസമായിട്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇത്തരത്തിലുള്ള ഒരു അത്ഭുതമാണ് അവിടെ മിസോറാമിൽ ചെയ്തു കൊടുത്തത്. ഇതിന് തൊട്ട് മുമ്പ് കാശ്മീരിൽ ചെയ്തു കൊടുത്തത്. കാശ്മീരും കന്യാകുമാരിയും തമ്മിൽ ഡയറക്റ്റ് ബന്ധമായില്ലേ, അതുപോലെ ഇപ്പോൾ കന്യാകുമാരിയും മിസോറാമും തമ്മിൽ ഡയറക്റ്റ് ബന്ധമായിരിക്കുകയാണ്. ഈ മിസോറാമിന്റെ വടക്ക് ഇങ്ങനെ എത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തതാണ് ഈ സാഗരമാല പദ്ധതി. എവിടെയൊക്കെ പോർട്ട് തുടങ്ങാം അവിടെ എല്ലാം പോർട്ട് തുടങ്ങില്ലേ. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയല്ലേ. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പല മുഖ്യമന്ത്രിമാരുടെയും കാര്യം പറയുന്നെങ്കിലും അതിന് യഥാർത്ഥ വിധത്തിൽ യഥാവിധി അതിന് വേണ്ട വികസനത്തിന് വേണ്ട സൗകര്യം ചെയ്തു തന്നത് നരേന്ദ്രമോദിയാണ്. ഈ മിസോറാമിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ അവിടെ ആ സംസ്ഥാനത്തിൻ്റെ അവിടെ ആ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളിലാണ് അവരുടെ നാടിൻ്റെ വികസനത്തിൻ്റെ പ്രധാന കണ്ണി എന്നാണ് പറയുന്നത്. അവരാണ് കൂടുതൽ ജോലി ചെയ്യുന്നവർ. അത് ഈ പ്രദേശങ്ങളിലെല്ലാം അങ്ങനെ നോക്കിയാൽ ഈ ഗൂർഖാലാൻഡുകളും അതുപോലെ തന്നെ ഈ മേഖലകളിലെ എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകളാണ് അവിടുത്തെ ശക്തി. പുരുഷന്മാർ ഇച്ചിരി അലസരാണ്. 2 സ്മാളൊക്കെ അടിച്ചൊക്കെ ഇരിക്കുന്ന ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഇല്ലെങ്കിലും പൊതുവെ അലസരാണ്. സ്ത്രീകൾ അതിശക്തമായിട്ട് പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ മലയുടെ മുകളിൽ കയറി മരം വെട്ടിക്കൊണ്ടുവരിക, തോൾ എടുത്തുകൊണ്ട് വരിക. ഭാരോദ്വഹനത്തിന് കിട്ടിയ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഭാരോദ്വഹനത്തിന് നമ്മുടെ പിന്നെ സമ്മാനം വാങ്ങിച്ച പേര് ഞാൻ പറഞ്ഞു മാഡത്തിൻ്റെ. അവര് ഇതുപോലെ മലനിരകളിൽ പോയി പിന്നെ വിറക് തോളി കയറ്റിക്കൊണ്ട് വരുമായിരുന്നു. അതിലാണ് അങ്ങനെയുള്ള ആ എക്സ്പീരിയൻസ് ആണ് ഭാരോദ്വഹനത്തിൽ. എനിക്ക് തോന്നുന്നു ഈ പുരുഷന്മാര് കൂടുതൽ അലസരായതിന്റെ കാരണം ഇല്ല, മദ്യപാനം ഉണ്ടാകും, അത് വേറെ കാര്യം. ഈ ജീവിത ചെലവ് ഒരുപക്ഷെ കുറവായിരിക്കാം അല്ലേ. ജീവിത ചെലവ് കുറവാണ്, വളരെ സുഖകരമായ കാലാവസ്ഥയാണ്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രകൃതി നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റാൽ സ്വല്പം നേരമൊക്കെ സ്വസ്ഥമായിട്ട് ആ പ്രകൃതിയൊക്കെ നോക്കിയിരുന്ന് പതുക്കെ ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം അവിടെ എല്ലാവരും. അത്ര ഹൈലി എഡ്യൂക്കേറ്റഡും അല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷേ അവർ ഹാർഡ് വർക്കിംഗ് ആണ്. പുരുഷന്മാരും ജോലി ചെയ്യുന്നവരൊക്കെ തന്നെയാണ്, പക്ഷേ സ്ത്രീകളാണ് അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളെ വെച്ച് നോക്കിയാൽ ഇച്ചിരി അലസരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അവർ അലസരല്ല. അവരുടെ ഒരു വളരെ സ്ലോ സോഫ്റ്റ് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മൾ പറയുമല്ലോ ഈ പിന്നെ സ്വല്പം മിതവും ഹിതവുമായി നിരന്തരം വർക്ക് ചെയ്യുക എന്ന് പറയില്ലേ, ആ പ്രവർത്തന ശൈലിയുള്ളവരാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ അനായാസമായിട്ട്. സ്വന്തം ആരോഗ്യം, മനസ്സിൻ്റെ സന്തോഷം, സംതൃപ്തിയൊക്കെ നിലനിർത്തിക്കൊണ്ട് അധിക നാൾ മുന്നോട്ട് പോയി പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തന ശൈലി വേണമെന്നാണ്. അത്തരത്തിലുള്ളവരാണ് ഈ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ മനസ്സിലാവും. വളരെ സമാധാന ചിത്തരാണ്. എന്നാൽ പിന്നെ വാശി വന്നാൽ ഗൂർഖാലാൻഡിലേക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, കത്തിയെടുത്താൽ ചോര കണ്ടിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ ഈ മിസോറാമിലും മണിപ്പൂരിലും പറ്റിയിരിക്കുന്ന അതാണ്. തെറ്റി പിരിഞ്ഞു പോയാൽ പിന്നെ രക്ഷയില്ല. പിന്നെ അവർ നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടാലും അടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് അവരുടെ ഒരു പ്രത്യേകത.
പക്ഷേ ഈ മിസോറാം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നമ്മുടെ മലയോര കർഷകർക്കൊക്കെ പാഠമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ പല വിധത്തിലുള്ള മലയോര കർഷകർക്ക് പറ്റിയ കൃഷികളൊക്കെ തന്നെയാണ് അവിടെയും നടത്തുന്നത്. അപ്പൊ ഈ റെയിൽ ഭൂപടത്തിൽ വന്നതോടുകൂടി ഈ തരം ട്രേഡുകൾക്കെല്ലാം വളരെ ചാൻസ് വന്നു. അവിടെ മലയോര ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഉള്ളത് പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും ഒക്കെയുള്ള പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമാണല്ലോ സ്വദേശി ഉൽപ്പന്നങ്ങൾ. അതെ, സ്വദേശി കൂടുതൽ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഈ റെയിൽ സംവിധാനം ഉപകരിക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾ അവർക്ക് വേണ്ടത് അവിടേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ അവരുടെ 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് കൽക്കട്ടയും ഗുവാഹട്ടിയും. ആ 2 സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടാലേ അവർക്ക് പല കാര്യങ്ങളിലും അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ട പലതും അവിടെ സംജാതമാവുള്ളൂ. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഈ ഫാസ്റ്റ് ട്രെയിനുകൾ വഴി, ഏറ്റവും പ്രധാനം ഇപ്പോൾ നരേന്ദ്രമോദി കാണുന്ന രാജധാനി എക്സ്പ്രസ് ആണ്, ന്യൂഡൽഹിയിലേക്കുള്ള രാജധാനി എക്സ്പ്രസ്. അപ്പം ന്യൂഡൽഹിയിലൊക്കെ അവിടുന്ന് തന്നെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിനുള്ള സൗകര്യം, സൊറാങ് എന്ന് പറഞ്ഞ അവരുടെ പിന്നെ സ്റ്റേഷനിൽ നിന്ന് പോകാനുള്ള സൗകര്യം, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മളിതിപ്പോൾ അത്ഭുതം പോലെ പറയുന്നു, 79ാം പിറന്നാൾ ഇന്ത്യ ആഘോഷിക്കുമ്പോഴാണ് ഇത് നടന്നത്. അപ്പം 10-65 വർഷം ഇവിടെ ഭരിച്ച കോൺഗ്രസ്സുകാർ ഇതിൽ ലജ്ജിക്കുകയാണ് വേണ്ടത്. അവർ അക്ഷരം വേണ്ടിയിട്ടില്ല. ഞങ്ങൾക്ക് കഴിയാത്ത അത്ഭുതങ്ങൾ നരേന്ദ്രമോദി ചെയ്യുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി അവരിങ്ങനെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വിഷയങ്ങൾ കൊണ്ടുവന്ന് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിന്, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഊന്നൽ നൽകുന്നതിനെയൊക്കെ മറച്ചു പിടിക്കാനാണ് പലപ്പോഴും കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. അത് മിസോറാമിലെ ഈ മാറ്റത്തിലും നമ്മൾ കണ്ടു. ആരും അഭിനന്ദിച്ച് കണ്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവിന് പോലും ഒരു നല്ല വാക്ക് പറയാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയില്ലെന്ന് വയ്ക്കാം, മറ്റാർക്കെങ്കിലും ഒരു കോൺഗ്രസ്സിലെ ആർക്കെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ അതിന് തോന്നിയില്ല എന്നുള്ളതാണ് കഷ്ടം. അതേസമയം മറ്റെന്തെങ്കിലും ദോഷം വന്നിരുന്നെങ്കിൽ, ഇപ്പം മണിപ്പൂരിൽ അദ്ദേഹം പോയതിനെക്കുറിച്ച് ഇത്ര വൈകിയേ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ വൈകിയാണ് പോയത്. എന്തുകൊണ്ടാണ്? സമാധാനപൂർണ്ണമായ അന്തരീക്ഷം വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരുന്നത്. കാരണം അവിടെ പ്രസിഡൻഷ്യൽ ഭരണം കൊണ്ടുവന്ന് ഇരുവിഭാഗങ്ങളെയും അതിന് പറ്റിയ ഒരു ഗവർണറല്ലേ അവർക്ക് കൊടുത്തത്. VK സിംഗ്, നമ്മുടെ ജനറലായിരുന്ന VK സിംഗ്, ഇന്ത്യൻ ആർമിയെ നയിച്ച ആളിനെയാണ് അവിടെ വിട്ടുകൊടുത്തത് ഗവർണറായിട്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ വർക്ക് നടന്നിരിക്കുകയാണ്. അല്ലാതെ ചുമ്മാതല്ല നരേന്ദ്രമോദി അവിടെ ചെന്ന് ചാടിയത്. അപ്പോൾ അതുപോലെ മിസോറാമിൽ ഇപ്പം പുതിയ ഒരു കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. മിസോ ജനതയ്ക്ക് മുഴുവൻ അഭിമാനകരമായിട്ട് ഒരു പദ്ധതിയാണ് ഇപ്പം ഈ റെയിൽ പദ്ധതി വന്നിരിക്കുന്നത്. ഇത് ആ പ്രദേശത്തിൻ്റെ വലിയ വികസനത്തിന് ഒരു ചൂണ്ടുവലകയാണ്. ഇതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. അതായത് വോട്ട് ചോരി കൊണ്ടല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.